ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ നഷ്ടമായി തന്നെ കണക്കാക്കുന്നുണ്ട്. എന്നാൽ പോലും ഡി കെ ശിവകുമാർ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്ന രീതിയിൽ അവിടെ ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ശ്രമങ്ങൾ നടന്നിരുന്നു. അത് മുളയിൽ നുള്ളിക്കളയേണ്ട കാര്യം തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ AICC ഡി കെ ശിവകുമാറിനോട് ഒപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്കറിയാം 2009 കോൺഗ്രസ് ദേശീയ തലത്തിൽ 206 സീറ്റുമായി രണ്ടാം UPA സർക്കാർ വന്നപ്പോൾ പോലും കർണാടകയിൽ നിന്നാണ് BJPക്ക് ഏറ്റവും കൂടുതൽ MP-മാരെ കിട്ടിയത്. 17 സീറ്റുകൾ അന്നുമുണ്ടായിരുന്നു കർണാടകയിൽ. അതായത് BJPക്ക് പല കാലത്തും വലിയ രീതിയിലുള്ള നേട്ടം സമ്മാനിച്ച സംസ്ഥാനം തന്നെയാണ് കർണാടക. 2014 ആയപ്പോൾ BJPക്ക് ആ സീറ്റ് തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. അതിനു മുമ്പ് നടന്ന, അതായത് 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതിപക്ഷത്ത് പോലും എത്താൻ കഴിയാത്ത രീതിയിൽ പൊട്ടി തകർന്നിരുന്നു ജഗദീഷ് ഷട്ടാറുടെ നേതൃത്വത്തിൽ. ആ BJP-യാണ് 2014 വീണ്ടും മോദിയുടെ പ്രഭാവത്തിൽ യെദ്യൂരപ്പ മോദിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് വലിയ വിജയം കാഴ്ചവെച്ചത്. എന്നാൽ 2019 ആയപ്പോൾ അതിനേക്കാളേറെ മുന്നേറ്റം നടത്തി. 28-ൽ 26 സീറ്റും BJP നേടി. ഒരു സീറ്റിൽ, അതായത് മാണ്ഡ്യ മണ്ഡലത്തിൽ, അവിടെ സുമലത വിജയിച്ചത് BJP പിന്തുണയോടുകൂടിയാണ്. എന്നാൽ ഇക്കുറി മാണ്ഡ്യ മണ്ഡലത്തിൽ BJP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി HD കുമാരസ്വാമി വിജയിക്കുകയും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. കോൺഗ്രസ് കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർ വിജയം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില ഉടച്ചുവാർക്കൽ ആവശ്യമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രബലമായ സംസ്ഥാനം എന്ന രീതി തന്നെയാണ് കോൺഗ്രസ് കർണാടകയെ കാണുന്നത്. മറ്റൊന്ന് തെലങ്കാനയിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയതെങ്കിലും BJPയുടെ കൊടുന്തരിയുള്ള വോട്ട് ഷെയർ വർധനവ് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കർണാടകയുടെ കാര്യത്തിൽ പോലെയല്ല തെലങ്കാനയുടെ കാര്യം എന്നുള്ളത് സവിശേഷതയാണ്. അതിന് കാരണം അവിടുത്തെ പ്രാദേശിക പാർട്ടിയായിട്ടുള്ള BRS പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നേർക്ക് നേരുള്ള മത്സരമായിരുന്നു തെലങ്കാനയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടായിരുന്നത്. 8 വീതം സീറ്റുകൾ രണ്ടുപേർക്കും കിട്ടിയപ്പോൾ ആകെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് AIMIM നേതാവായ അസദുദ്ദീൻ ഓവൈസി ജയിച്ചത്. കർണാടകയും തെലങ്കാനയും കൈവിടാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളത് AICC നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ മുന്നേറ്റം നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു. കാരണം തെലങ്കാനയിലും കർണാടകയിലും BJP വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. ദക്ഷിണേന്ത്യയിൽ പിടികൊടുക്കരുത് എന്നുള്ളത് കോൺഗ്രസിന്റെ അജണ്ടയാണ്.